മണ്ണിന്റെ മനസ്സറിഞ്ഞ് വിത്തെറിഞ്ഞ് വിളവളർത്തി വിളവെടുക്കുന്ന ഒരു കാർഷിക സൗന്ദര്യം കേരളത്തിന്റെ സ്വന്തമായിരുന്നു. അധ്വാനത്തിന്റെ വിയർപ്പുമണികൾ വീണ് ഫലപുഷ്ടിയാർന്ന മണ്ണേകുന്ന 100 മേനികൾ കയ്യേറ്റുവാങ്ങാൻ കാത്തുനിന്നത് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സുദൃഢമായ ഹൃദയബന്ധങ്ങളായിരുന്നു. എന്നാൽ സാമൂഹിക തലത്തിലുണ്ടായ വിവിധ മാറ്റങ്ങൾ കാർഷിക രംഗത്തെയും ബാധിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ദൃശ്യമായത്. കാർഷിക വൃത്തിയോടുള്ള താൽപര്യക്കുറവ് മൂലമുണ്ടായ തൊഴിലാളികളുടെ ഒഴിഞ്ഞുപോക്ക്, വർദ്ധിച്ച കൃഷിച്ചെലവ് തുടങ്ങിയവ നമ്മുടെ കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ഇവിടെ കാർഷിക യന്ത്രങ്ങൾ കർഷകന് തുണയായെത്തിയെങ്കിലും കർഷക തൊഴിലാളികളുടെ കുറവ് പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചു. ഇതിനൊരു പരിഹാരമെന്ന നിലയിലായിരുന്നു 2012-13 കാലയളവിൽ സംസ്ഥാന കാർഷിക വകുപ്പ് 14 ജില്ലകളിലായി മോഡൽ അഗ്രോ സർവീസ് സെന്ററുകൾക്ക് തുടക്കമിട്ടത്. ഇവയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം നേടിയ കേന്ദ്രമാണ് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള പാമ്പാക്കുട മോഡൽ അഗ്രോ സർവീസ് സെന്റർ. പാടങ്ങളുടെ പച്ചപ്പ് നിലനിർത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ 2013 ഓഗസ്റ്റ് 9 പ്രവർത്തനമാരംഭിച്ച പാമ്പാക്കുട മോഡൽ അഗ്രോ സർവീസ് സെന്ററിൽ കൃഷിയോട് ഏറെ ആഭിമുഖ്യം പുലർത്തുന്ന സ്ത്രീകളും പുരുഷന്മാരുമടങ്ങുന്ന 23 അംഗ ഹരിതകർമ്മ സേന കൃഷിയിടങ്ങളിലെ കാർഷിക വൃത്തിക്ക് സദാ സന്നദ്ധരായി അണിയിട്ടു നിൽക്കുന്നു. കർഷകരുടെ ആവശ്യപ്രകാരമുള്ള വിവിധതരം കൃഷിപ്പണികളിൽ പങ്കാളികളാകുന്നതോടൊപ്പം യന്ത്രവൽകൃത കാർഷിക രീതിയുടെ സേവനവും ഈ ഹരിതകർമ്മസേന നൽകുന്നു. കാർഷിക സേവനത്തിന്റെ 2ാം വർഷം പിന്നിടവേ പാമ്പാക്കുട മോഡൽ അഗ്രോ സർവീസ് സെന്റർ കാർഷിക വൃത്തിയിൽ നിന്നും സമാഹരിച്ചത് 48 ലക്ഷം രൂപയായിരുന്നു. പാമ്പാക്കുട ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെന്റർ 2012-13 അനുവദിച്ചു തന്നത് നമുക്ക് ആരംഭിക്കാൻ സാധിച്ചത് 13-14 9ാം മാസത്തോടുകൂടി ഇതിന്റെ പ്രവർത്തനങ്ങൾ 2ാം ഘട്ടം ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ നമുക്ക് 25 ലക്ഷം രൂപയുടെ മെഷീനറിയും ഓഫീസ് ഫർണിച്ചറും കമ്പ്യൂട്ടറും ലഭിച്ചിരുന്നു. 2014-15 വർഷം 8ാം മാസം ആയപ്പോഴത്തേക്കിന് പെർഫോമൻസിന്റെ മികവിൽ സംസ്ഥാനത്ത് തന്നെ 2ാം സ്ഥാനത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു. അതായത് സംസ്ഥാനത്തെ എല്ലാ അഗ്രോ സർവീസ് സെന്ററിനും റിവോൾവിംഗ് ഫണ്ട് ഫെസിലിറ്റേറ്റർക്ക് സാലറി ഉള്ള സ്ഥാനത്ത് 1 രൂപ പോലും പ്രവർത്തന ഫണ്ടായിട്ട് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് തന്നെ 2ാം സ്ഥാനത്തേക്ക് ഈ അഗ്രോ സർവീസ് സെന്ററിനെ എത്തിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. അവിടെ നിന്ന് പിന്നെ ഞങ്ങളുടെ വിജയഗാഥകളെ ഒന്നൊന്നായിട്ട് തുടങ്ങുമായിരുന്നു. വിവിധതരം കാർഷിക യന്ത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഒരു നീണ്ട നിര തന്നെ ഇന്ന് കേന്ദ്രത്തിലുണ്ട്. ട്രാക്ടർ, ടില്ലർ, ഗാർഡൻ ടില്ലർ, ട്രാൻസ്പ്ലാന്റർ, കട്ടർ, ബെയിലർ, ബ്രഷ് കട്ടർ, ജനറേറ്റർ, വീൽ ബാരോ, പമ്പ് സെറ്റ്, ചെയിൻ സെറ്റ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. അഗ്രോ സർവീസ് സെന്ററിലെ യുവതീ-യുവാക്കളുടെ കൂട്ടായ്മയായ ഗ്രീൻ ആർമിയിലെ അംഗങ്ങളേറെയും അഭ്യസ്തവിദ്യരാണ്. കാർഷിക സേവന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് സേവന കേന്ദ്രത്തിന്റെ ഫെസിലിറ്റേറ്റർ കൂടിയായ VC മാത്യു ആണ്. എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെന്റർ ഇന്ന് കർഷകരുടെ ഒരു ആശാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. 2013-14 വർഷം ആരംഭിച്ച അഗ്രോ സർവീസ് സെന്റർ 2 വർഷം പിന്നിടുമ്പോൾ ഇന്ന് 44 ലക്ഷം രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ നടത്തി അഭിമാനപൂർവ്വം ഞങ്ങൾ തലയൂർന്ന് നിൽക്കുകയാണ്. കൃഷിവകുപ്പിൽ 28 വർഷം സീനിയർ കൃഷി അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്ത് വിരമിക്കുന്നതിനേക്കാൾ ഒരു മനസുഖം ഈ അഗ്രോ സർവീസ് സെന്ററിന്റെ ഫെസിലിറ്റേറ്ററായിട്ട് ജോലി ചെയ്ത് സാധാരണക്കാരായ ഈ
കർഷകരുമായിട്ട് പങ്കിട്ട് കാർഷിക മേഖലയിൽ സജീവമായി ഇടപെടാൻ എനിക്ക് സാധിക്കുന്നു. കാർഷിക മേഖല ഇന്ന് അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ കാർഷിക യന്ത്ര സഹായത്താൽ കാർഷിക മേഖല പുഷ്ടിപ്പെടുത്തുവാനും സമ്പന്നമാക്കുവാനും ഞങ്ങൾ പൂർണ്ണ ബദ്ധരാണ്. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധരാണ് 2 ഘട്ടങ്ങളിലായി 40 ദിനങ്ങളോളം എടുത്ത് ഹരിതകർമ്മസേനയ്ക്ക് ആവശ്യമായ പരിശീലനം നൽകിയത്. കൃഷിജോലി ഏതായാലും ആവശ്യക്കാർ സേവന കേന്ദ്രത്തിലേക്ക് ഫോൺ വഴി ബന്ധപ്പെട്ടാൽ ഉടൻ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അതത് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. പാമ്പാക്കട ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെന്റർ ഇവിടെ പ്രവർത്തിച്ചിട്ട് ഏകദേശം 2 വർഷത്തോളമായി. ഈ അഗ്രോ സർവീസ് സെന്ററിൽ ഞങ്ങൾ ഏകദേശം 23 മെമ്പേഴ്സ് ഉണ്ട്. ഫെസിലിറ്റേറ്റർ മാത്യു വടക്കേൽ റിട്ടയർഡ് അഗ്രികൾച്ചർ ഓഫീസറാണ്. പുള്ളി ഞങ്ങളെ ഏത് രീതിയിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫെസിലിറ്റേറ്ററാണ്. പിന്നെ ഞങ്ങളുടെ ഈ പാമ്പാക്കട ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെന്റർ ഇവിടുത്തെ 7 ഇവിടെ പാമ്പാക്കട ബ്ലോക്കിൻ്റെ കീഴിലുള്ള 7 കൃഷിഭവനിലെ കർഷകരുള്ള വർക്കുകൾ നമ്മൾ കറക്റ്റായിട്ട് ഉത്തരവാദിത്തോടുകൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ മെഷീനറി ഉപയോഗിച്ചാണേലും തെങ്ങേറ്റമാണേലും എല്ലാ രീതിയിലുള്ള കാർഷിക രംഗത്തേക്കുള്ള എല്ലാ വർക്കുകളും നമ്മൾ മെഷീനറി ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങളെ കാർഷിക സർവകലാശാലയും ഇവിടുത്തെ ബ്ലോക്കും പിന്നെ പുറം ADI എലിസബത്ത് മുന്നൂസ് ഞങ്ങൾക്ക് അകവഴിഞ്ഞുള്ള സഹായം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ അർപ്പണബോധത്തോടു കൂടി ഞങ്ങൾ 23 പേരും ഒരു കുടുംബം പോലെ നമ്മളിവിടെ കഴിഞ്ഞു കൂടുന്നത്. നമുക്ക് ഈ 2 വർഷം കൊണ്ട് ഏകദേശം 48 ലക്ഷം രൂപയുടെ ടേൺ ഓവർ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് തരുന്നുണ്ട്. ഞങ്ങളിതിൽ ഈ അഗ്രോസറിൻ്റെ പൂർണ്ണ സംതൃപ്തരാണ്. ഹരിതകർമ്മസേനയിലെ അംഗങ്ങളായ വനജയ്ക്കും അംബികയ്ക്കും മുന്നിൽ എത്ര ഉയരമുള്ള കേരവൃക്ഷമായാലും ഒന്ന് തലകുനിച്ചു പോകും. അത്ര അനായാസമായിട്ടാണ് ഇരുവരും കോക്കനട്ട് ക്ലൈംബർ ഉപയോഗിച്ച് തെങ്ങിൽ കയറി തേങ്ങയിടുന്നതും തെങ്ങിൻ തലപ്പുകൾ വൃത്തിയാക്കുന്നതും. കോട്ടയം കാരിത്താസ് KSSന്റെ ചൈതന്യൻ്റെ ആണ് ഞങ്ങൾ ട്രെയിനിങ് നടത്തിയത്. അതിനുശേഷം ഞങ്ങളവിടെ വർക്കിന് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ പാമ്പാക്കട അഗ്രോ സർവീസ് സെന്ററിൽ ഇങ്ങനെ ആളെടുക്കുന്നുണ്ട് അറിഞ്ഞാണ് ഇവിടെ വന്ന് ചേർന്നത്. ഇപ്പോൾ ഇതിൻ്റെ കീഴിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. 4 വർഷമായിട്ടാണ് ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ തേങ്ങ ഇട്ട് കൊടുക്കും, പിന്നെ തെങ്ങിൻ്റെ മണ്ട തെളിച്ച് മരുന്നിട്ട് കൊടുക്കും. ഒരു ദിവസം ഞങ്ങൾ ഒരാളൊരു മിനിമം ഒരു 40 തെങ്ങെങ്കിലും കയറും. ഞങ്ങൾ ഒരു ദിവസം വരുമാനം എന്ന് പറഞ്ഞാൽ 1000 രൂപ മേളിലേക്കുള്ള വരുമാനം. ഒരു തെങ്ങിന് 30 രൂപ വെച്ചാണ് ഞങ്ങൾ കയറുന്നത്. ഇത് ശരിക്കും ഒരു തൊഴിലാക്കാം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. പക്ഷേ ഈ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു വരുമാനവും ഡെയിലി നമുക്ക് പണിയുണ്ട്. അതുകൊണ്ട് ഈ ഫീൽഡ് തുടരാമെന്ന് വെച്ചത്. ഇത് ആർക്കും പേടിക്കേണ്ട കാര്യമില്ല. ഇത് ആർക്കും ചെയ്യാവുന്നൊരു തൊഴിൽ തന്നെയാണിത്. നമുക്കൊരു മനോധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. തൊടിയിലും ചേറ്റുപാടത്തും ട്രാക്ടറും ടില്ലറുമൊക്കെ ഓടിച്ച് മണ്ണ് പരുവപ്പെടുത്താനും ഹരിതസേനയിലെ അംഗനമാർ വിദഗ്ധർ തന്നെ. ഞാറ്റടി തയ്യാറാക്കൽ, നടീൽ യന്ത്രം ഉപയോഗിച്ചുള്ള ഞാറുനടീൽ തുടങ്ങിയ നെൽകൃഷി ജോലികൾ ചെയ്യവേ കാർഷിക മേഖലയിലെ പുതിയൊരു മാറ്റത്തിന്റെ ഹൃദയാനന്ദം ഇവർ പരസ്പരം പങ്കുവയ്ക്കുന്നു. ഞാൻ BHSC അഗ്രികൾച്ചറും അതിൻ്റെ ഡിപ്ലോമയും പഠിച്ചതാണ്. എനിക്കിവിടെ വന്നതുകൊണ്ട് ഒത്തിരി നേട്ടമുണ്ട്. ഞങ്ങൾ രാവിലെ 8:30 ഡ്യൂട്ടി സമയത്ത് കയറണം. 5 മണി വരെ ഫുൾ ടൈം ഡ്യൂട്ടിക്ക് ഇറങ്ങി പോകണം. ഞങ്ങൾ പാടത്ത് കിള പറിക്കുക, അത് പിന്നെ ട്രാക്ടർ ഉഴുകുക, പിന്നെ പോളി ഹൗസിലാണെങ്കിൽ വിത്ത് പാകണം. പിന്നെ ഓരോ കൃഷിഭവനിലേക്ക് നമ്മൾ സബ്സിഡി നിരക്കിൽ ഓരോ ഇത് കൊടുക്കുകയാണ്. അത് നമ്മളത് കൊണ്ടുപോയി ട്രേ മുറിച്ച് വിതരണം നടത്തണം. പിന്നെ അല്ല സബ്സിഡി നിരക്കിൽ മാവ്, പ്ലാവ് അങ്ങനെയെല്ലാം നമ്മൾ ഓരോ കൃഷിഭവനിൽ എത്തിക്കണം. കാലങ്ങളായി വിളവറിയാതെ വളമറിയാതെ കാട് പിടിച്ച് തരിശായി കിടക്കുന്ന പാടങ്ങൾ ഉഴുതൊരുക്കി വിത്ത് വിതച്ച് പൊൾക്കതിർ നിരയിടുന്ന നെൽപ്പാടങ്ങളാക്കുക എന്ന സുപ്രധാന ദൗത്യം ഹരിതസേന ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഭക്ഷ്യസുരക്ഷയിൽ
ഈ യുവതീ യുവാക്കൾ എത്രമാത്രം ശ്രദ്ധാലുക്കളാണെന്ന് നാം തിരിച്ചറിയുന്നു. ടീം സ്പിരിറ്റോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നേട്ടം, ഈ സെന്ററിന്റെ ഒരു വലിയ നേട്ടം. കാരണം 23 ട്രെയിൻഡ് കാൻഡിഡേറ്റ്സ്, പിന്നെ അതോടൊപ്പം തന്നെ ഫെസിലിറ്റേറ്ററായിട്ട് കിട്ടിയ റിട്ടയർഡ് ഹാൻഡ്, പിന്നെ ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം, പിന്നെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ജനങ്ങൾ ഈ അഗ്രോ സർവീസ് സെന്ററിനെ നെഞ്ചേറ്റി. കാരണം കൂടുതൽ വ്യാപ്തിയിലും ആഴത്തിലും കാർഷിക മേഖലയിൽ ഇറങ്ങിച്ചെല്ലാൻ ഈ അഗ്രോ സർവീസ് സെന്ററിന് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രവർത്തന മേഖല ഈ അഗ്രോ സർവീസ് സെന്ററിന് നമുക്ക് ലഭിച്ചു എന്നുള്ളതും, അതുപോലെ തന്നെ ഏകദേശം ഒരു ഇവിടെ പണിയെടുക്കുന്ന കുട്ടികൾക്ക് ഒരു നിശ്ചിത വരുമാനം ഈ അഗ്രോ സർവീസ് സെന്ററിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതൊരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് കാണുന്നത്. ഇക്കഴിഞ്ഞ കൃഷിയിറക്കുവേളയിൽ 85 ഏക്കർ വരുന്ന തരിശുനിലം വിളഭൂമിയാക്കി മാറ്റിയ ഹരിതകർമ്മസേന 95 ഏക്കർ നിലത്ത് നടീൽ യന്ത്രം ഉപയോഗിച്ച് ഞാറ് നട്ടു. ട്രാക്ടറുകൾ ഉപയോഗിച്ച് ഉഴുതു പരുവമാക്കിയ പാടത്തിന്റെ വിസ്തീർണം 600 ഏക്കറാണ്. മണ്ണൂത്തി കാർഷിക കോളേജിൽ നിന്നാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബ്ലോക്കിന്റെ കീഴിൽ 20 പേരായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ പണിയുന്നതിന് വേണ്ടി പണിയുന്ന കണ്ടക്കാർക്ക് ഗവൺമെന്റ് ഒരു ചെറിയ തോതിൽ സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ വർക്ക് ഞങ്ങൾക്ക് കിട്ടും. ചലച്ചിത്ര നടൻ ശ്രീനിവാസൻ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരുന്ന കണ്ടനാട് പാടശേഖരത്തിലെ 40 ഏക്കർ ഭൂമിയിൽ ജ്യോതി വിത്തിന്റെ ഞാറ്റടി ഒരുക്കിയതും പാടമുഴുത് ഞാറ് പാകിക്കൊടുത്തതും ഈ കർമ്മസേനാംഗങ്ങൾ തന്നെയായിരുന്നു. പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ വർഷങ്ങളായി കാടും പടർപ്പും പിടിച്ചുകിടന്ന 20 ഏക്കർ ചെല്ലേത്ത് പാടശേഖരവും 10 ഏക്കർ കാളികുളം പാടവും വീണ്ടും പച്ചപ്പണിഞ്ഞത് ഈ പച്ചപ്പട്ടാളത്തിന്റെ കാർഷിക നന്മ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. കൂത്താട്ടുകുളം, പിറവം, രാമമംഗലം, മൂളക്കുളം, ഉഴവൂർ എന്നിവിടങ്ങളിലായി 50 ഹെക്ടറിലേറെ വരുന്ന തരിശുപാടങ്ങളിൽ ഇവർ ഹരിതാഭ ചാർത്തി കാർഷിക കേരളത്തിന് സമർപ്പിച്ചു. വെസ്റ്റേൺ ഗഡിന്റെ സീഡ് ആൻഡ് സീഡ്ലിങ്സ് പ്രൊഡക്ഷൻ, പച്ചക്കറി തൈകളുടെ പ്രൊഡക്ഷൻ, ഹാർഡനിങ് യൂണിറ്റുകൾ, അതുപോലെ ബയോ ഫാർമസിയിലേക്ക് എ ഗ്രേഡ് ക്ലസ്റ്ററുകൾക്കും ഗ്രേഡഡ് ക്ലസ്റ്ററിനും കൊടുക്കേണ്ട ബയോ ഇൻപുട്സ് എല്ലാം തന്നെ അഗ്രോ സർവീസ് സെന്റർ ആണ് നൽകുന്നത്. ഏറ്റവും ഞങ്ങൾക്ക് ലാസ്റ്റിൽ ലഭിച്ച ഒരു വർക്കാണ് 8 ലക്ഷം രൂപയുടെ ഗ്രോ ബാഗ് നിർമ്മാണം. മാർച്ച് 31 48 ലക്ഷം രൂപയുടെ ടേൺ ഓവർ ആണ് ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 114 ഹെക്ടർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സാധിച്ചു. 80 ഹെക്ടർ തരിശ് ഞങ്ങൾക്ക് പാഡി കൃഷി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രസിദ്ധനായ ശ്രീനിവാസൻ സാർ സിനി ആർട്ടിസ്റ്റിന്റെ മുളന്തുരുത്തിയിലെ 35 ഏക്കർ ഫാലോ തരിശായിട്ട് കിടന്ന പാഡി ഞങ്ങളാണ് അവിടെ ഉഴുതുകൊടുത്തതും ട്രാൻസ്പ്ലാന്റ് ചെയ്തു കൊടുത്തതും. 1 ഏക്കർ പാടശേഖരത്തിൽ ഞാറുപാകി നട്ടുകൊടുക്കുന്നതിന് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ 4000 രൂപയും ബ്ലോക്കിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ 4500 രൂപയുമാണ് കാർഷിക സേവന കേന്ദ്രം ഈടാക്കുന്നത്. ഇവിടുത്തെ അക്കൗണ്ടിംഗ് സിസ്റ്റം ആണെങ്കിൽ എല്ലാ ആഴ്ചയിലും ഈ അതിനകത്ത് തൊഴിലെടുക്കുന്ന ഫുഡ് സെക്യൂരിറ്റി ആർമി അംഗങ്ങൾക്കുള്ള സർവീസ് ചാർജ് ബാങ്ക് അക്കൗണ്ടിലൂടെ അവർക്ക് സർവീസ് ചാർജ് കൊടുക്കുന്നു. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ പാമ്പാക്കുട ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെന്ററിൽ സർവീസ് മെമ്പേഴ്സിന് കഴിഞ്ഞ ഓണക്കാലത്ത് ബോണസ് കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. തന്നെയുമല്ല, ഒരു ജോഡി യൂണിഫോം വാങ്ങുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കൃഷിപ്പണികളുടെ സീസൺ കഴിയവേ നടീൽ വസ്തുക്കൾ തയ്യാറാക്കുന്നതിലാണ് കാക്കൂരിലെ കൃഷിക്കൂട്ടുകാരുടെ ശ്രദ്ധ. ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള പയർ, വഴുതന, വെണ്ട, മുളക് തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളുടെ തൈകൾ അടങ്ങുന്ന ഗ്രോ ബാഗുകളുടെ നിർമ്മാണം, മഴക്കാലത്തേക്കുള്ള പച്ചക്കറി തൈകളുടെ വിതരണം തുടങ്ങിയവയാണ് ഹരിതസേനയുടെ ഓഫ് സീസൺ കാർഷിക വിശേഷങ്ങൾ. ചകിരിച്ചോർ, കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, മണ്ണ്, സ്യൂഡോമോണസ് എന്നിവ പ്രത്യേക അനുപാതത്തിൽ ചേർത്താണ് ഗ്രോ ബാഗുകളിലേക്കുള്ള
മിശ്രിതം തയ്യാറാക്കുക. ചകിരിച്ചോർ, കമ്പോസ്റ്റ്, സ്യൂഡോമോണസ് എന്നിവ ചേർന്ന മിശ്രിതം പോളിത്തീൻ ട്രേകളിൽ നിറച്ച് അതിൽ വിത്തുപാകിയാണ് പച്ചക്കറി തൈകൾ തയ്യാറാക്കുന്നത്. പച്ചക്കറി തൈകളുടെ സുഗമമായ പരിപാലനത്തിനായി പോളി ഹൗസ് സംവിധാനവും പ്രയോജനപ്പെടുത്തുന്നു. തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് തികച്ചും ഒരു ഗ്രാമീണ മേഖലയാണ്. ആ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ ജോലി ചെയ്യുന്നത് കൃഷിക്കാരാണ്. അപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന് കിട്ടിയ അഗ്രോ സർവീസ് സെന്റർ വളരെ ഉപകാരപ്രദമാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ അഗ്രോ സർവീസ് സെന്റർ ഒരു ജൈവവള വിൽപ്പനശാലയും തുറന്നിരിക്കുന്നു. വിവിധ ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, പോഷകവർദ്ധക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവിടെ നിന്നും കർഷകർക്ക് ലഭ്യമാണ്. ബയോഫാർമസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഗ്രോ സർവീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ പാമ്പാക്കട ബ്ലോക്കിലുള്ള എല്ലാ പഞ്ചായത്തിലെയും കർഷകർക്ക് ആവശ്യമായ ഇൻപുട്സ്, കാർഷിക ഉൽപാദന ഉപാധികൾ യഥേഷ്ടം നൽകുക എന്നുള്ളതാണ്. ജൈവ ജീവാണുവളങ്ങൾ, ബയോ കൺട്രോൾ ഏജൻറ്റ്സ്, അതുപോലെ കക്ക, ഡോളോമൈറ്റ്, ഗ്രോ ബാഗിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്സ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കു കീഴിൽ അണിയിച്ച് കർഷകർക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിക്കുകയാണ് ബയോഫാർമസി. അഗ്രോ സർവീസ് സെന്ററിന് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന് വളരെ കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ പോലും ഉള്ള സ്ഥലത്ത് അവർക്ക് പുതിയ ഹാഡയുടെ പദ്ധതി പ്രകാരം കെട്ടിടം പണിയാനുള്ള അനുമതി കൊടുത്തു. ആ കെട്ടിടത്തിൽ അവരാവശ്യപ്പെട്ട മുഴുവൻ സൗകര്യങ്ങളും നമ്മൾ വിട്ടുകൊടുത്തു. അങ്ങനെ പഞ്ചായത്ത് ഈ അഗ്രോ സർവീസ് സെന്ററും കൃഷി ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അഗ്രോ സർവീസ് സെന്ററിന്റെ പ്രവർത്തനം ഇപ്പോൾ ഈ ഒരു മേഖലയിൽ മാത്രമല്ല, ഇവിടെ നെൽകൃഷിക്ക് പൂട്ടാനായിട്ട് അവരുടെ വണ്ടികളാണ് വരുന്നത്. അവരുടെ സേന അംഗങ്ങളാണ് ഇവിടെ നെൽകൃഷിക്ക് പാടങ്ങളിൽ ഇപ്പോൾ പണിയെടുക്കാനായിട്ട് വരുന്നത്. കാർഷിക ഭൂമിയിൽ പണിയെടുക്കാനായിട്ട് അവരുടെ ഹരിത സേനാംഗങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ കാർഷിക മേഖലയിൽ പാമ്പാക്കുടയിൽ വളരെ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് ഈ അഗ്രോ സർവീസ് സെന്ററിന്റെ പ്രവർത്തനം അനുകൂലമായിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹരിത സേനാംഗങ്ങൾ വിദ്യാലയങ്ങളിലെത്തി കാർഷിക യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചു കാണിക്കുകയും വിദ്യാർത്ഥികളെ അതിലെ പ്രവൃത്തി പരിചയ തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ കൃഷിയോടുള്ള സാമൂഹിക പ്രതിബദ്ധത തലമുറകളിലേക്ക് കൈമാറുക എന്ന ഉദാത്തമായ ലക്ഷ്യം ഈ യുവത ഇവിടെ സാക്ഷാത്കരിക്കുന്നു. അഗ്രോ സർവീസ് സെന്റർ എന്ന് പറയുന്നത് നൂതന ആശയം വിജയകരമാണ്. ഇത് വിജയിപ്പിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും FSC മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടി ഇവർക്ക് പ്രൊവിഡന്റ് ഫണ്ട്, ഇൻഷുറൻസ് അതൊക്കെ ഗവൺമെന്റ് ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം കൂട്ടായ പ്രവർത്തനത്തോടുകൂടി അസിസ്റ്റന്റ് ഡയറക്ടർ, കൃഷി ഓഫീസർ, ഒപ്പം ഫെസിലിറ്റേറ്റർ ഇവരുടെ അർപ്പണബോധത്തോടുകൂടിയുള്ള ഒരു പ്രവർത്തനം ഇതിന്റെ വിജയത്തിന് തീർച്ചയായിട്ടും നന്ദി കുറിക്കും. കേരളത്തിന്റെ കാർഷിക മേഖല പല കാരണങ്ങൾ കൊണ്ടും പ്രതിസന്ധിയിലെന്ന് മുറവിളി കൂട്ടുമ്പോൾ സമൂഹമധ്യത്തിൽ കൃഷിയുടെ പ്രസക്തി എന്തെന്ന് യന്ത്രവൽകൃത കാർഷിക വൃത്തിയിലൂടെ കാട്ടിത്തരികയാണ് പാമ്പാക്കുട മാതൃകാ കാർഷിക സേവന കേന്ദ്രവും അതിലെ ഹരിത കർമ്മസേനയും. കൃഷിയെ സ്നേഹിക്കുക എന്നുദ്ഘോഷിച്ചുകൊണ്ട് അണിയിട്ടുവരുന്ന ഈ പച്ചപ്പടയ്ക്ക് മുമ്പിൽ നമുക്കും നേരാം കാർഷിക പ്രൗഢിയുടെ അഭിവാദ്യങ്ങൾ. ഈയങ്കൊണ്ട് ഈയക്കോല്